എല്ലാവർക്കും നമസ്കാരം. അവനവഞ്ചേരി മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ ചരിത്ര പാഠപുസ്തകത്തിലെ 2ാമത്തെ അധ്യായമാണ്. വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി. ലോകം 20ാം നൂറ്റാണ്ടിൽ. വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി. ലോകം 20ാം നൂറ്റാണ്ടിൽ. വളരെ വലിയൊരു ആമുഖമൊന്നും നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം ആ ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങിൽ നിന്ന് തന്നെ, പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 20ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ, എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം. നേരെ നമുക്ക് പാഠത്തിലേക്ക് പോകാം. നമ്മൾ കാണുന്നത് ആഫ്രിക്കയുടെ ഒരു മാപ്പാണ്. 1914 ആഫ്രിക്കയുടെ രൂപമാണ് ഈ കാണുന്നത്. ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, ഏതാണ്ട് എല്ലാ രാജ്യങ്ങളുടെയും അതിർത്തികൾ ഒരു വിധം നേർരേഖയായിട്ടാണ് കടന്നു പോകുന്നത്. വളവ് തിരിവുകൾ കുറവാണ്. നേർരേഖയിലുള്ള അതിർത്തികളാണ്. സ്ട്രെയിറ്റ് ബോർഡർ ലൈൻസ് ആണ്. അതുതന്നെയാണ് നമുക്ക് ആദ്യമായി പഠിക്കാനുള്ള ചോദ്യം. എളുപ്പമുള്ള ചോദ്യമാണ്, ഉത്തരവും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമൊന്നുമല്ല. പരീക്ഷയ്ക്ക് ചോദിക്കാം, അത്രയേ ഉള്ളൂ. അറിഞ്ഞിരിക്കുക. വൈ ഡു ദ ആഫ്രിക്കൻ കൺട്രീസ് ഷെയർ സ്ട്രെയിറ്റ് ബോർഡർ ലൈൻസ്? അതാണ് നമ്മുടെ ചോദ്യം. എന്തുകൊണ്ടാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ സ്ട്രെയിറ്റ് ബോർഡർ ലൈൻസ് ഷെയർ ചെയ്യുന്നത്? ആഫ്രിക്കൻ രാജ്യങ്ങളുടെ അതിർത്തികൾ നേർരേഖയായാണ് കാണപ്പെടുന്നത്. എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. ഉത്തരം: The Europeans who reached Africa in search of natural resources. അതായത് യൂറോപ്പുകാരന്മാർ പ്രകൃതി വിഭവങ്ങൾ അന്വേഷിച്ച് ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ച ഒരു കാലമുണ്ട്. അങ്ങനെ പ്രകൃതി വിഭവങ്ങൾ അന്വേഷിച്ച് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെത്തിയ യൂറോപ്പുകാരന്മാർ they partitioned the continent at the beginning of the 20th century. 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ അവർ പാർട്ടീഷൻ ചെയ്തു, വിഭജിച്ചു. The Europeans who reached Africa in search of natural resources partitioned the continent at the beginning of the 20th century. 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആഫ്രിക്കയിലെത്തിയ യൂറോപ്പുകാരന്മാർ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ വിഭജിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ വിഭജിച്ചു ഓൺ ദ ബേസിസ് ഓഫ് സം എഗ്രിമെന്റ്സ്. ചില എഗ്രിമെന്റുകളുടെ അടിസ്ഥാനത്തിലാണ്, ചില കരാറുകളുടെ അടിസ്ഥാനത്തിൽ, ചില ഉടമ്പടികളുടെ അടിസ്ഥാനത്തിൽ. they made certain agreements among themselves. അവർ പരസ്പരം ചില എഗ്രിമെന്റുകൾ ഉണ്ടാക്കി, ചില ഉടമ്പടികൾ ഉണ്ടാക്കി. ആ ഉടമ്പടികളുടെ അടിസ്ഥാനത്തിൽ, ഓൺ ദ ബേസിസ് ഓഫ് certain agreements made by them, the European countries, they divided the African nations amongst themselves. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ ചില ഉടമ്പടികളുടെ അടിസ്ഥാനത്തിൽ, ചില കരാറുകളുടെ അടിസ്ഥാനത്തിൽ, ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെ അവർ പരസ്പരം അങ്ങ് വിഭജിച്ചു. ബൈ ജസ്റ്റ് ഡ്രോയിങ് സ്ട്രെയിറ്റ് ലൈൻസ് ഓൺ ദ മാപ്പ്. എങ്ങനെയാ വിഭജിച്ചത്? ബൈ ജസ്റ്റ് ഡ്രോയിങ് സ്ട്രെയിറ്റ് ലൈൻസ് ഓൺ ദ മാപ്പ്. മാപ്പിൽ സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചങ്ങ് വിഭജിച്ചു. അല്ലാതെ ഓരോ രാജ്യത്തിൻ്റെയും ഫിസിക്കൽ ഫ്രോണ്ടിയറിൽ പോയിട്ടൊന്നും അല്ല അവർ വിഭജിച്ചത്. മാപ്പ് എടുത്തു, മാപ്പിൻ്റെ മുകളിൽ സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു, വിഭജിച്ചു, പകുത്തെടുത്തു. ഇത് നിനക്ക്, അത് അവന്, ഇതെനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പകുത്തെടുത്തു. ഇതാണ് സംഭവം. അതുകൊണ്ടാണ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ അതിർത്തി രേഖകൾ നേർരേഖയിൽ കാണപ്പെടുന്നത്. സോ ദ ബൗണ്ടറീസ് ഓഫ് ആഫ്രിക്കൻ കൺട്രീസ് ഷോസ് സ്ട്രെയിറ്റ് ബോർഡർ ലൈൻസ്. അതുകൊണ്ടാണ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ബൗണ്ടറീസ്, ഫ്രോണ്ടിയേഴ്സ് സ്ട്രെയിറ്റ് ബോർഡർ ലൈൻസ് ആയി കാണപ്പെടുന്നത്. ഒരിക്കൽ കൂടി, വൈ ഡു ദ ആഫ്രിക്കൻ കൺട്രീസ് ഷെയർ സ്ട്രെയിറ്റ് ബോർഡർ ലൈൻസ്? എന്തുകൊണ്ടാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ സ്ട്രെയിറ്റ് ബോർഡർ ലൈൻസ് ഷെയർ ചെയ്യുന്നത്? ആൻസർ: ദ യൂറോപ്യൻസ് ഹു റീച്ച്ഡ് ആഫ്രിക്ക ഇൻ സെർച്ച് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതി വിഭവങ്ങൾ തേടി ആഫ്രിക്കയിലെത്തിയ യൂറോപ്പുകാരന്മാർ. They partitioned the continent at the beginning of the 20th century.
അവർ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ വിഭജിച്ചു. ഓൺ ദ ബേസിസ് ഓഫ് സം എഗ്രിമെന്റ്സ് എമംഗ് ദ യൂറോപ്യൻ കൺട്രീസ് ദേ ഡിവൈഡഡ് ദ ആഫ്രിക്കൻ നേഷൻസ് അമംഗ്സ്റ്റ് ദംസെൽസ്. അവർ പരസ്പരം ഉണ്ടാക്കിയ ചില കരാറുകളുടെ, ഉടമ്പടികളുടെ, വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ അവർ ആഫ്രിക്കൻ രാജ്യങ്ങളെ പരസ്പരം വിഭജിച്ചെടുത്തു. എങ്ങനെ? ബൈ ജസ്റ്റ് ഡ്രോയിങ് സ്ട്രെയിറ്റ് ലൈൻസ് ഓൺ ദ മാപ്പ്. അതാണ് പ്രധാന പോയിന്റ് ഓർക്കേണ്ടത്. ബൈ ജസ്റ്റ് ഡ്രോയിങ് സ്ട്രെയിറ്റ് ലൈൻസ് ഓൺ ദ മാപ്പ്. മാപ്പിൽ കുറച്ച് വരകൾ വരച്ചു, സ്ട്രെയിറ്റ് ലൈൻസ് ആണ് വരച്ചത്. എന്നിട്ട് അവരങ്ങ് വിഭജിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിലെ രാജ്യങ്ങളെല്ലാം സ്ട്രെയിറ്റ് ബോർഡർ ലൈൻസ് ഷെയർ ചെയ്യുന്നു. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അടുത്ത പേജിലേക്ക് വരിക. അവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ ഉത്തരം നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു. ചോദ്യം ഇതാണ്: വൈ ഡിഡ് ദ യൂറോപ്യൻ നേഷൻസ് പാർട്ടീഷൻ ആഫ്രിക്ക? എന്തിനാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ആഫ്രിക്കയെ പാർട്ടീഷൻ ചെയ്തത്? നമ്മൾ പറഞ്ഞതാണ്, ഫോർ ഗെയിനിങ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞു. എന്തിനാണ് ആഫ്രിക്കയെ പാർട്ടീഷൻ ചെയ്തത് എന്ന് ചോദിച്ചാൽ, എന്തിനാണ് യൂറോപ്പുകാരന്മാർ ആഫ്രിക്കയിൽ വന്നത് എന്നതിൻ്റെ ഉത്തരം എഴുതിയാൽ മതി. വൈ ദ യൂറോപ്യൻ നേഷൻസ് കെയിം ടു ആഫ്രിക്ക? ദ യൂറോപ്യൻസ് കെയിം ടു ആഫ്രിക്ക ഫോർ എക്സ്പ്ലോയിറ്റിംഗ് നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ അവർ ആഫ്രിക്കൻ രാജ്യങ്ങളെ വിഭജിച്ചത്. ദിസ് ഈസ് എ പാർട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ബൈ യൂറോപ്യൻ കൺട്രീസ്. ആഫ്രിക്കയെ വിഭജിച്ചത് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്, എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണം, റിസോഴ്സസ് വിഭവങ്ങൾ, നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് യൂറോപ്പുകാരന്മാർ ആഫ്രിക്കയിലെത്തിയത്. ദ യൂറോപ്യൻസ് ഹു കെയിം ടു ആഫ്രിക്ക ഫോർ എക്സ്പ്ലോയിറ്റിംഗ് ദ നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂറോപ്പുകാരന്മാർ ആഫ്രിക്കയിലെത്തിയത്. അതിനു വേണ്ടി തന്നെയാണ് അവർ ആഫ്രിക്കൻ രാജ്യങ്ങളെ വിഭജിച്ചത്. ദിസ് ഈസ് എ പാർട്ട് ഓഫ് exploitation of resources by the European countries. This was not only a case in Africa. ഇത് ആഫ്രിക്കയിലെ മാത്രം ഒരു കാര്യമല്ല. സിമിലർ പ്രോസസ് occurred in other parts of the world, even in India. ഏഷ്യൻ രാജ്യങ്ങളിൽ, നമ്മുടെ ഇന്ത്യ നമുക്ക് ഉദാഹരണം, എല്ലാ കോണ്ടിനെന്റുകളിലും അവർക്ക് എത്താൻ കഴിഞ്ഞിടത്തെല്ലാം ഇതേ പ്രോസസ്സ് തന്നെയാണ് നടന്നത്, ഇതേ പ്രക്രിയ തന്നെയാണ് നടന്നത്. അപ്പോൾ വൈ ഡു ദ യൂറോപ്യൻ നേഷൻസ് പാർട്ടീഷൻ ആഫ്രിക്ക? എന്തിനാണ് യൂറോപ്പുകാരന്മാർ ആഫ്രിക്കയെ വിഭജിച്ചത്? ദിസ് ഈസ് എ പാർട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്. എന്താണ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു പോളിസിയുടെ ഭാഗമായിട്ട്, വിഭവങ്ങൾ ചൂഷണം ചെയ്യുക എന്ന നയത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ആഫ്രിക്കൻ രാജ്യങ്ങളെ വിഭജിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗം ഫ്രം ക്യാപിറ്റലിസം ടു ഇമ്പീരിയലിസം എന്നൊരു പാരഗ്രാഫ്. നമ്മൾ കുറെ കൂടി പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇതിൽ 2 ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് ക്യാപിറ്റലിസം, രണ്ടാമത്തേത് ഇമ്പീരിയലിസം. ഒന്ന് ക്യാപിറ്റലിസം, രണ്ടാമത്തേത് ഇമ്പീരിയലിസം. ക്യാപിറ്റലിസം എന്നതിൻ്റെ മലയാളം മുതലാളിത്ത വ്യവസ്ഥിതി എന്നതാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നോ ഒക്കെ പറയാം. മുതലാളിത്തം എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. മറ്റൊന്ന് ഇമ്പീരിയലിസം. അതിന് ഒരു മലയാളമേ ഉള്ളൂ, സാമ്രാജ്യത്വം എന്നാണ് അതിൻ്റെ മലയാളം. ഇമ്പീരിയലിസം മീൻസ് സാമ്രാജ്യത്വം, ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ മുതലാളിത്തം. അപ്പോൾ നമ്മുടെ പാരഗ്രാഫ്, അതിൻ്റെ ഹെഡിങ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഫ്രം ക്യാപിറ്റലിസം ടു ഇമ്പീരിയലിസം, മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്വത്തിലേക്ക്. മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്വത്തിലേക്ക് 2 കാര്യങ്ങൾ. ഒന്ന് മുതലാളിത്തം, മറ്റൊന്ന് സാമ്രാജ്യത്വം. 2 കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ പാരഗ്രാഫിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്താണെന്നും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ക്യാപിറ്റലിസവും
ഇമ്പീരിയലിസവും പരിശോധിക്കാം. ക്യാപിറ്റലിസം ഉണ്ടാകുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ തുടർന്നിട്ടാണ്. വ്യാവസായിക വിപ്ലവത്തിൻ്റെ അനന്തര ഫലമാണ് മുതലാളിത്തം അല്ലെങ്കിൽ ക്യാപിറ്റലിസം. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബിഗാൻ ഇൻ ഇംഗ്ലണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരംഭിച്ചത് യൂറോപ്പിലാണ്, ഇംഗ്ലണ്ടിലാണ്. അത് 18-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ്, 18-ാം നൂറ്റാണ്ടിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാകുന്നത്. That means the industrial revolution started in Europe, particularly in England in 18th century, and after that this revolution spread to other European countries. ഇംഗ്ലണ്ടിൽ ആരംഭിച്ച വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ നിന്ന് ആദ്യം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തു, വ്യാപിച്ചു. During this time, several capitalists invested their profit in their capital in factories for increasing their production. അതായത് ഈ സമയത്ത് ധാരാളം മുതലാളിമാർ, കയ്യിൽ പണമുള്ളവർ, പണം കയ്യിലുണ്ടായിരുന്നവർ, അവരുടെ പണം, സമ്പാദ്യം, അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു. നമ്മളൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യവസായം ആരംഭിക്കുന്നതിന്, ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആരംഭിക്കുന്നതിന് വേണ്ടി ആദ്യം മുടക്കുന്ന മുതലിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പോൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതാണ് ക്യാപിറ്റൽ. അങ്ങനെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു. ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ സ്വാഭാവികമായും ഫാക്ടറികളിൽ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് തന്നെ ധാരാളം ഫാക്ടറികൾ ഉണ്ടായി എന്നതാണത്. മനുഷ്യൻ, എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ? സിംപ്ലി സെയിങ്, വളരെ എളുപ്പത്തിൽ, വളരെ മനസ്സിലാകുന്ന ചെറിയ ഭാഷയിൽ പറഞ്ഞാൽ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് മനുഷ്യൻ കൈകൊണ്ട് ചെയ്തിരുന്ന ജോലികളെല്ലാം യന്ത്രങ്ങൾ ഏറ്റെടുത്തു എന്നതാണ്. മനുഷ്യൻ കൈകൊണ്ട് ചെയ്തിരുന്ന ജോലികൾ യന്ത്രങ്ങൾ ഏറ്റെടുത്തു. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ആവി യന്ത്രം കണ്ടുപിടിച്ചു, സ്പിന്നിങ് ജെന്നിയും, അങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് 18-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ 17-18 നൂറ്റാണ്ടുകളിലെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ കണ്ടുപിടുത്തങ്ങളെല്ലാമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് വഴിതെളിച്ചത്. അങ്ങനെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് യൂറോപ്പിൽ ധാരാളം ഫാക്ടറികളുണ്ടായി. ഫാക്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ യൂണിറ്റുകളാണ്, പ്രൊഡക്ഷൻ സെൻറ്ററുകളാണ്. ആ പ്രൊഡക്ഷൻ സെൻറ്ററുകളിൽ മനുഷ്യൻ ഹാൻഡ് മെയ്ഡ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, ഹാൻഡ് മെയ്ഡ് അല്ല, അല്ലെങ്കിൽ കൈകൊണ്ട് നിർമ്മിക്കുകയല്ല ചെയ്യുന്നത്. പകരം അവിടെ യന്ത്രങ്ങൾ, മെഷീൻസ്. അങ്ങനെ മെഷീനറി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ആ മെഷീനറീസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഫാക്ടറി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഫാക്ടറികൾ ഉണ്ടായി വന്നു. ഫാക്ടറികൾ ഉണ്ടായി വന്നപ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. അങ്ങനെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തപ്പോൾ ദോസ് ഹു ഇൻവെസ്റ്റഡ് ദെയർ ക്യാപിറ്റൽ, അവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത് ആരാണോ അവർക്ക് ദെയർ പ്രോഫിറ്റ് ആൾസോ ഇൻക്രീസ്ഡ്, അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തു. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരിക്കൽ കൂടി, ആസ് എ റിസൾട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ several factories sprang up in England and thereafter it spread to other European countries. അതായത് വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ ധാരാളം ഫാക്ടറികൾ. ഇംഗ്ലണ്ടിൽ നിന്ന് വ്യാവസായിക വിപ്ലവം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തു. അപ്പോൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഇതേ പ്രക്രിയ തുടർന്ന് വന്നു. ധാരാളം പണമുള്ള ആളുകൾ, ക്യാപിറ്റാലിസ്റ്റ്, ഇൻവെസ്റ്റഡ് their capital in factories, and during this time or after that the production increased. When the production increased, the profit of the capitalists also increased, or the factory owners. Capitalists means those who owned these factories. ഈ ഫാക്ടറികൾ ഓൺ ചെയ്തിരിക്കുന്ന ആരാണോ അവരാണ് ക്യാപിറ്റലിസ്റ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഓർ ദോസ് ഹു ഇൻവെസ്റ്റഡ് ദ മണി ഇൻ ദെയർ ബിസിനസ്, ആ ബിസിനസ്സിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആരാണോ അവരെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തപ്പോൾ അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തു. അതാണ് ക്യാപിറ്റലിസത്തിന് വഴിതെളിച്ചത്. ഒരിക്കൽ കൂടി മലയാളം ശ്രദ്ധിക്കുക. വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ ധാരാളം ഫാക്ടറികൾ സ്ഥാപിക്കപ്പെട്ടു. ഇംഗ്ലണ്ടിൽ നിന്ന് വ്യാവസായിക വിപ്ലവം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തു. ഫാക്ടറികളിൽ മുതലാളിമാർ, പണമുള്ളവർ പണം ഇൻവെസ്റ്റ് ചെയ്തു, പണം നിക്ഷേപിച്ചു, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു, മുതൽ മുടക്കി എന്നർത്ഥം. ഇങ്ങനെ മുതൽ മുടക്കിയപ്പോൾ ഫാക്ടറികളിൽ പ്രൊഡക്ഷൻ, ഉൽപാദനം വർദ്ധിച്ചു.
ഉൽപാദനം വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായും അവരുടെ വരുമാനവും വർദ്ധിച്ചു. ഇനി ശ്രദ്ധിക്കുക, the economic system in which the production and distribution are controlled by the capitalists with the aim to increase profit is known as capitalism. ഇതാണ് ക്യാപിറ്റലിസം. എന്താണ് ക്യാപിറ്റലിസം? ദ എക്കോണമിക് സിസ്റ്റം. ഇതൊരു എക്കോണമിക് സിസ്റ്റമാണ്. ഇതൊരു സമ്പദ് വ്യവസ്ഥയാണ്, സാമ്പത്തിക വ്യവസ്ഥിതിയാണ്. ഇൻ വെച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ കൺട്രോൾഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ്. പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് ക്യാപിറ്റാലിസ്റ്റുകളായിരിക്കും. ഉൽപാദനവും വിതരണവും നിയന്ത്രിക്കുന്നത് മുതലാളിമാരാണ്. അവരെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താണ്? വാട്ട് വാസ് ദെയർ എയിം? വിത്ത് ദ എയിം ടു ഇൻക്രീസ് പ്രോഫിറ്റ്. അവർക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക. നമ്മൾ ഏതൊരു സ്വകാര്യ സ്ഥാപനവും ചിന്തിക്കുക, അവർ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അടച്ചുപൂട്ടും. സർക്കാർ സ്ഥാപനങ്ങൾ പ്രോഫിറ്റ് ഇല്ലെങ്കിലും ലാഭമില്ലെങ്കിലും നടത്തിക്കൊണ്ട് പോകും. കാരണമെന്ന് പറയുന്നത് സർക്കാർ സ്ഥാപനങ്ങൾ സർവീസ് കൂടിയാണ്. നോട്ട് ഓൺലി ഫോർ പ്രോഫിറ്റ് ബട്ട് ആൾസോ ഫോർ സർവീസ്. പ്രോഫിറ്റിന് വേണ്ടി മാത്രമല്ല, സർവീസിനും കൂടി വേണ്ടിയിട്ടാണ്. സോ ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളത് ക്യാപിറ്റാലിസ്റ്റ് ഫേമുകളല്ല, മുതലാളിത്ത സ്ഥാപനങ്ങളല്ല. പക്ഷേ ഒരു മുതലാളി, ഞാൻ കുറച്ച് പണം മുടക്കി ഒരു സ്ഥാപനം തുടങ്ങുന്നു, ഒരു വ്യവസായം തുടങ്ങുന്നു, എനി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആരംഭിക്കുന്നു എന്ന് കരുതുക. കുറച്ച് നാൾ നടത്തുന്നു, എനിക്ക് സാമ്പത്തിക ലാഭമില്ല, പ്രോഫിറ്റ് ഇല്ല, ലാഭമില്ലെങ്കിൽ ഞാനത് അടച്ചു പൂട്ടും, അല്ലെങ്കിൽ മറ്റൊരാളിന് വിൽക്കും. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടും. കാരണം ലാഭമാണ് എൻ്റെ ലക്ഷ്യം. അതാണ് ക്യാപിറ്റലിസം. ദ എക്കോണമിക് സിസ്റ്റം ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ കൺട്രോൾഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് വിത്ത് ദ എയിം ടു ഇൻക്രീസ് പ്രോഫിറ്റ്. ലാഭം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉൽപാദനവും വിതരണവും മുതലാളിമാർ തന്നെ നിയന്ത്രിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. സംശയം വേണ്ട. അപ്പോൾ സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ഉൽപാദനവും വിതരണവും മുതലാളിമാർ നിയന്ത്രിക്കുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തം എന്ന് പറയും. The advent of the large scale industries enhanced capital investment. ഇങ്ങനെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒരുപാട് ഉണ്ടായപ്പോൾ അത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിച്ചു. Many nations produced more than they needed and more than they could accommodate in their domestic markets. അങ്ങനെ ഒരുപാട് മുതലാളിമാർ പണം ഇൻവെസ്റ്റ് ചെയ്തു, ധാരാളം ഫാക്ടറികൾ ഉണ്ടായി, ഫാക്ടറികളിൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉണ്ടായി. അങ്ങനെ പ്രൊഡക്ഷൻ കൂടിയപ്പോൾ പ്രോഡക്ട്സ് കുന്നുകൂടി. മനസ്സിലാക്കുക, പ്രോഡക്ട്സ് കുന്നുകൂടി. യൂറോപ്യൻ രാജ്യങ്ങളിൽ ജനസംഖ്യ കുറവാണ്. അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതിനപ്പുറം, ആ രാജ്യങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നതിനപ്പുറം, അവിടുത്തെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നതിനുമപ്പുറം, അതായത് അവിടുത്തെ പ്രാദേശിക വിപണികളിൽ വിറ്റഴിക്കാൻ കഴിയുന്നതിനും അപ്പുറം ഉൽപ്പന്നങ്ങൾ അവർ ഉൽപ്പാദിപ്പിച്ചു കൂട്ടി. അങ്ങനെ ഉൽപ്പന്നങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വേണം? യെസ്, പുതിയ മാർക്കറ്റ് കണ്ടെത്തണം. അല്ലെങ്കിൽ അത്രയും വിറ്റഴിക്കാനായിട്ട് പറ്റില്ല. This overproduction forced them to search for new markets. ഇങ്ങനെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തപ്പോൾ അത് മുഴുവനും ഇംഗ്ലണ്ടിൽ മാത്രം വിറ്റഴിക്കാൻ കഴിയാതായി, യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം വിറ്റഴിക്കാൻ കഴിയാതായി. അങ്ങനെ ഇംഗ്ലണ്ടിൽ മാത്രം, യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം വിറ്റഴിക്കാൻ കഴിയാത്തത്ര ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കൂട്ടിയപ്പോൾ അത് വിറ്റഴിക്കാൻ മറ്റൊരു സ്ഥലം കണ്ടെത്തണം, മറ്റൊരു മാർക്കറ്റ് കണ്ടെത്തണം. അങ്ങനെ they started to search for new markets. അവർ പുതിയ പുതിയ മാർക്കറ്റുകൾ തേടിയിറങ്ങി. The search for markets by the industrialized countries in Europe led to competition among them. അങ്ങനെ യൂറോപ്പിലെ ഒരു രാജ്യം മാത്രമല്ല ഇങ്ങനെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്നത്, എല്ലാ രാജ്യങ്ങളും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി പുതിയ പുതിയ മാർക്കറ്റുകൾ അന്വേഷിച്ച് പോയി. അങ്ങനെ പുതിയ മാർക്കറ്റുകൾക്ക് കണ്ടെത്തിയതാണ് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ. അങ്ങനെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങളെ മാർക്കറ്റുകളായി കണ്ടെത്തി ഇവർ പരസ്പരം മത്സരിച്ചു. യൂറോപ്യൻ കൺട്രീസ് സ്റ്റാർട്ടഡ് കോമ്പറ്റീഷൻ എമംഗ് ദം. പരസ്പരം മത്സരം ആരംഭിച്ചു. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം ഉണ്ടായി.
ഇംഗ്ലണ്ടിൽ നിന്ന് വ്യാവസായിക വിപ്ലവം മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തു. മുതലാളിമാർ ഫാക്ടറികളിൽ പണം നിക്ഷേപിച്ചു. അങ്ങനെ ഫാക്ടറികളിൽ മുതലാളിമാർ മൂലധനം നിക്ഷേപിച്ചപ്പോൾ അവരുടെ വരുമാനം വർദ്ധിച്ചു. ഇങ്ങനെ വരുമാനം വർദ്ധിച്ചത്, അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് മുതലാളിമാരുടെ പ്രാധാന്യം വർദ്ധിച്ചത് ക്യാപിറ്റലിസം, മുതലാളിത്തം എന്ന പുതിയൊരു എക്കോണമിക് സിസ്റ്റം ഉണ്ടാകുന്നതിന്, സമ്പദ് വ്യവസ്ഥ ഉണ്ടാകുന്നതിന് വഴിതെളിച്ചു. അങ്ങനെ മുതലാളിമാർ തന്നെ ഉൽപാദനവും വിതരണവും നിയന്ത്രിക്കുന്ന, ലാഭം മാത്രം ലക്ഷ്യമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥിതിക്ക് ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തം എന്ന് പേര് വന്നു. മുതലാളിത്തത്തെ തുടർന്ന് ധാരാളം വൻകിട വ്യവസായ സ്ഥാപനങ്ങളുണ്ടായി. അല്ലെങ്കിൽ അത്തരം വ്യവസായ സ്ഥാപനങ്ങളിൽ മുതലാളിമാർ പണം നിക്ഷേപിച്ചു. ഒരുപാട് രാജ്യങ്ങൾ, യൂറോപ്പിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഉൽപാദനത്തിൽ മത്സരിച്ച് ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചിലവാകുന്നതിനേക്കാൾ ഏറെ ഉൽപ്പന്നങ്ങളുണ്ടായി. അവിടുത്തെ വിപണികളിൽ വിറ്റഴിക്കാൻ കഴിയുന്നതിലേറെ ഉൽപ്പന്നങ്ങളുണ്ടായി. അങ്ങനെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായി, അമിത ഉൽപാദനം ഉണ്ടായി. അമിത ഉൽപാദനം ഉണ്ടായപ്പോൾ ഒരു മുതലാളിയെ സംബന്ധിച്ചിടത്തോളം അതെവിടെയെങ്കിലും വിറ്റഴിക്കണം, പുതിയ മാർക്കറ്റ് കണ്ടെത്തണം. അങ്ങനെ പുതിയ മാർക്കറ്റുകൾ തേടിയിറങ്ങി. യൂറോപ്പുകാരന്മാരെല്ലാം പുതിയ മാർക്കറ്റുകൾ തേടിയിറങ്ങി. അത് അവർക്കിടയിൽ മാർക്കറ്റുകൾക്ക് വേണ്ടിയുള്ള മത്സരത്തിന് വഴിതെളിച്ചു. ഇങ്ങനെ വിപണികൾക്ക് വേണ്ടി, മാർക്കറ്റുകൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങളാണ് ഇമ്പീരിയലിസത്തിന് വഴിതെളിച്ചത്. ഇനി വീണ്ടും ശ്രദ്ധിക്കുക. The Europeans had already established a trade relationship with Asian, African and Latin American nations. യൂറോപ്പുകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പേ തന്നെ അവർ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ഒക്കെ രാജ്യങ്ങളുമായിട്ട് കച്ചവട ബന്ധം നിലനിർത്തുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെ നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1600 മുതൽ ഇന്ത്യയുമായിട്ട് കച്ചവടം നടത്തുന്നുണ്ട്. അപ്പോൾ യൂസിങ് പൊളിറ്റിക്കൽ പവർ ആൻഡ് മിലിറ്ററി ഫോഴ്സസ് ദ യൂറോപ്യൻ കൺട്രീസ് എക്കോണമിക്കലി എക്സ്പ്ലോയിറ്റഡ് ദീസ് നേഷൻസ്. എന്നിട്ട് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങളുമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പണ്ട് മുതലേ കച്ചവട ബന്ധമുണ്ട്, അടുത്ത ബന്ധമുണ്ട്. യൂസിങ് പൊളിറ്റിക്കൽ പവർ ആൻഡ് മിലിറ്ററി ഫോഴ്സസ്, അവര് രാഷ്ട്രീയമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, മിലിറ്ററി ഫോഴ്സസ് സൈനികമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, രാഷ്ട്രീയമോ സൈനികമോ ആയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ദീസ് യൂറോപ്യൻ കൺട്രീസ് economically exploited these nations. These nations means Asian, African, Latin American countries. അതായത് രാഷ്ട്രീയമോ സൈനികമോ ആയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് യൂറോപ്പുകാരന്മാരായ രാജ്യങ്ങൾ നമ്മുടെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്തു, ചൂഷണം ചെയ്തു. എങ്ങനെ? എക്കോണമിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്തു, സാമ്പത്തികമായി ചൂഷണം ചെയ്തു. അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വലിയ തുകയ്ക്ക്, വലിയ പ്രോഫിറ്റിൽ, വലിയ മാർജിനിൽ വിറ്റഴിച്ചു, വലിയ ലാഭം നേടുവാനായിട്ട് കഴിഞ്ഞു. ഗ്രാജുവലി they became the colonies of European countries. This process is called colonization. അങ്ങനെ ക്രമേണ ഈ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളായി മാറി. ഏഷ്യയും ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്കയും ഒക്കെ. ഈ പ്രക്രിയയ്ക്ക്, ദിസ് പ്രോസസ്, ഈ പ്രക്രിയയാണ് കൊളനൈസേഷൻ, കോളനിവൽക്കരണം എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ ഇന്ത്യയുടെ കാര്യം മാത്രം ഒന്ന് ആലോചിക്കുക, എല്ലാം മനസ്സിലാകും. ഇന്ത്യയിലേക്ക് യൂറോപ്പുകാരന്മാർ വന്നു, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ വന്നു. അവർ പരസ്പരം മത്സരിച്ചു, മറ്റുള്ളവരെയൊക്കെ പരാജയപ്പെടുത്തി. ഇംഗ്ലീഷുകാരന്മാർ ഇവിടെ നിന്നു. അവരിവിടെ ആദ്യം കച്ചവടമാണ് ചെയ്തത്. ക്രമേണ അവരുടെ പൊളിറ്റിക്കൽ പവർ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതായത് നമ്മുടെ രാജ്യത്തിലെ നാട്ടുരാജാക്കന്മാരുടെ, ലോക്കൽ റൂളേഴ്സിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ, രാഷ്ട്രീയ കാര്യങ്ങളിൽ അവർ ഇടപെടാനായിട്ട് തുടങ്ങി. പിന്നെ അടുത്ത സ്റ്റെപ്പ്
അവർ സൈനികമായി ചില രാജാക്കന്മാരെയൊക്കെ സൈന്യം കൊടുത്ത് സഹായിച്ചു, സൈനിക ശക്തി ഉപയോഗിച്ചു. അങ്ങനെ ക്രമേണ നമ്മുടെ ഓരോ നാട്ടുരാജ്യങ്ങളെയായി അവർ അവരുടെ വരുതിയിൽ കൊണ്ടുവന്നു, അവരുടെ അടിമകളാക്കി മാറ്റി, അവരുടെ നിയന്ത്രണത്തിലാക്കി മാറ്റി. കാലം കഴിഞ്ഞപ്പോൾ ഇന്ത്യ മഹാരാജ്യം മുഴുവനും അവരുടെ നിയന്ത്രണത്തിലായി. പിന്നീട് 200ഓളം വർഷം നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിക്കുവാൻ അവർക്ക് സാധിച്ചു. അതാണ് നമ്മളിവിടെ പറയുന്നത്. യൂറോപ്യൻസ് ട്രേഡ് റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു ഏഷ്യയുമായും ആഫ്രിക്കയുമായും ലാറ്റിൻ അമേരിക്കയുമായി. ആദ്യഘട്ടം, ഫസ്റ്റ് സ്റ്റെപ്പ്. The second step is this one. Using political power and military forces, these European countries economically exploited Asian, African, Latin American nations. അതായത് പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ചിട്ടാവാം, മിലിറ്ററി പവർ ഉപയോഗിച്ചിട്ടാവാം അവർ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങളെ എക്കോണമിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്തു, സാമ്പത്തികമായി ചൂഷണം ചെയ്തു. ഇംഗ്ലീഷുകാരന്മാർ ഇവിടെ എന്താ ചെയ്തത്? നമ്മുടെ സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ചുകൊണ്ട് പോവുകയല്ലേ ചെയ്തത്? അത് തന്നെയാണ് സംഭവം. ലേറ്റർ ദേ ബിക്കെയിം ദ കോളനീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്. അങ്ങനെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങൾ കോളനികളായി മാറി, യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളായി മാറി. ആ പ്രക്രിയയ്ക്കാണ് കൊളനൈസേഷൻ അല്ലെങ്കിൽ കോളനിവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഈ പാരഗ്രാഫിൽ ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നു, ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ 2 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യം ഒരിക്കൽ കൂടി. ഒന്ന്, ക്യാപിറ്റലിസം. The economic system in which production and distribution are controlled by the capitalist with aim to increase profit is known as capitalism. പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക, ലാഭം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മുതലാളിമാർ ഉൽപാദന വിതരണ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ എന്തെന്ന് പറയുന്നു? യെസ്, ക്യാപിറ്റലിസം എന്ന് പറയുന്നു, മുതലാളിത്തം എന്ന് പറയുന്നു. അടുത്ത ചോദ്യം കൊളോണൈസേഷൻ ആണ്. കൊളോണൈസേഷൻ എന്ന് പറഞ്ഞാൽ കോളനിവൽക്കരണമാണ്. എന്താണ് കോളനിവൽക്കരണം? ദ യൂറോപ്യൻ നാഷൻസ്, യൂറോപ്യൻ രാജ്യങ്ങൾ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി ട്രേഡ് റിലേഷൻസ് ആരംഭിച്ചു. ദ യൂറോപ്യൻ കൺട്രീസ് എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് റിലേഷൻസ് വിത്ത് ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്. യൂസിംഗ് പൊളിറ്റിക്കൽ ഓർ മിലിറ്ററി പവർ, they economically exploited these nations. Later they became, or gradually they became, the colonies of European nations. This process is called colonization. ഇതിനെയാണ് colonization എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ സംശയം ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ക്യാപിറ്റലിസവും അതേപോലെ ഇമ്പീരിയലിസവും ആണ് നമ്മൾ പഠിക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇമ്പീരിയലിസത്തെക്കുറിച്ച് നമ്മളൊന്നും പറഞ്ഞില്ല. നമ്മളിവിടെ പറഞ്ഞത് ക്യാപിറ്റലിസത്തെക്കുറിച്ചും അതേപോലെ കൊളോണൈസേഷനെ കുറിച്ചുമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇമ്പീരിയലിസം എവിടെ പോയി എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യണം. അതിനുവേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വമാണ്. ഇമ്പീരിയലിസം എന്ന് പറയുന്നത് സാമ്രാജ്യത്വം. ഇവിടെ നമ്മൾ പറഞ്ഞത് കോളനൈസേഷൻ അല്ലെങ്കിൽ കോളനി വൽക്കരണം. എന്താണ് സാമ്രാജ്യത്വം? ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ സാമ്പത്തികമായോ സൈനികമായോ രാഷ്ട്രീയപരമായോ ഒക്കെ നിയന്ത്രിക്കുന്ന അവസ്ഥയുണ്ടായാൽ അതാണ്, മതപരമായും ആവാം, അതൊക്കെയാണ് നമ്മൾ ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ബ്രിട്ടന്റെ കോളനി ആയിരുന്നു ഇന്ത്യ 200 വർഷം. ബ്രിട്ടന്റെ കോളനി ആയിരുന്നു ഇന്ത്യ എന്ന് നമ്മൾ പറയും, നമ്മൾ പഠിക്കും. അപ്പോൾ ബ്രിട്ടൻ ഇന്ത്യയെ നിയന്ത്രിച്ചു എന്നർത്ഥം. തിരികെ അതിൻ്റെ വൈസ് വേഴ്സ തിരിച്ച് നമ്മൾ പറഞ്ഞാൽ ഇന്ത്യയെ കോളനിയാക്കിയ സാമ്രാജ്യത്വ രാജ്യമാണ് ബ്രിട്ടൻ. ഇന്ത്യയെ കോളനിയാക്കിയ സാമ്രാജ്യത്വ രാജ്യമാണ് ബ്രിട്ടൻ. അപ്പോൾ സംശയം മാറിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാലും കൊളോണൈസേഷൻ എന്ന് പറഞ്ഞാലും ഏകദേശം ഒന്നാണ്. ബ്രിട്ടൻ ഇന്ത്യയെ 200 വർഷം നിയന്ത്രിച്ചു. അപ്പോൾ ഇന്ത്യ കോളനി, ബ്രിട്ടൻ ഇമ്പീരിയലിസ്റ്റ് കൺട്രി. മനസ്സിലായി കാണും. ബ്രിട്ടൻ ഇമ്പീരിയലിസ്റ്റ് കൺട്രി, ഇന്ത്യ കോളനി. അതാണ് ഇമ്പീരിയലിസവും കൊളോണൈസേഷനും തമ്മിലുള്ള വ്യത്യാസം.